1976 മുതൽ 79 വരെ പഠിച്ച കുട്ടികളുടെ SSLC ബാച്ച് ഏകദേശം ഒരു 300ഓളം പേരുണ്ട് ആ ഗ്രൂപ്പിൽ. എൻ്റെ പേര് ഉരുമ എന്നാണ്. ഞങ്ങള് പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതായത് ഒരു 60 കഴിഞ്ഞ ആളുകളാണ്. 8 മണി മുതൽ പിന്നെ എല്ലാവർക്കും പാടാം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ശ്രീജ ശബരീഷാണ് അത് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പാടാം. എല്ലാ ജോലികളും ഒക്കെ കഴിഞ്ഞ് സ്ത്രീകളും ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് മറ്റെല്ലാ ഗ്രൂപ്പുകളെയും പോലെ തന്നെ ടൂറുകളും ഒന്നിച്ച് ചേർന്നുള്ള പാട്ട് പരിപാടികളും ഒക്കെ തന്നെ നടത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചക്ക ഫെസ്റ്റ് നടത്തിയാൽ എന്താണെന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അങ്ങനെ കുറച്ച് ചക്കയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ചക്ക ഫെസ്റ്റ് നടത്തി. ആ ചക്ക ഫെസ്റ്റ് കഴിഞ്ഞപ്പോൾ കുറെ കുരു ഇങ്ങനെ അവിടെ കണ്ട സമയത്ത് ഞങ്ങളിൽ ഒരു അഭിപ്രായം വന്നു, എന്തിനാണ് ഈ കുരുകൾ ഇപ്പൊ നഷ്ടപ്പെട്ടു പോവല്ലേ, നമ്മളിതൊക്കെ കഴിച്ചു, ഇപ്പൊ വരും തലമുറയ്ക്കായിട്ട് ഒരു പിന്നെ പ്ലാവ് ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു, നമുക്ക് എന്നാൽ ഇതൊക്കെ ഒന്ന് പാക്കറ്റ് ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്കായിട്ട് ഇത് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയാലോ. കാരണം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഈ ഹൈബ്രിഡ് തൈകൾ വന്നിട്ട് നിറയാണ്. അപ്പൊ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗുണമേന്മയോടുകൂടിയ നാടൻ തൈകൾ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രവണത ഉണ്ട്. ഇപ്പൊ പച്ചക്കറികളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഈ നമ്മളുടെ നാടൻ തൈകളെ സംരക്ഷിക്കുക, ഈ പ്രകൃതിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദീർഘമായ ഒരു കാഴ്ചപ്പാടും കൂടി അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പണിയായിട്ട് കഴിഞ്ഞ ജൂൺ 18-ാം തീയതി ഞങ്ങൾ ഇത് ഒന്നിച്ച് ചേർന്ന് ഒരു 10-18ഓളം പേര് ഒന്നിച്ച് വന്നിട്ട് ഇതിലൊക്കെ പാക്കറ്റ് ചെയ്തു. ഈ പാക്കറ്റ് ചെയ്ത തൈകൾ ഇപ്പതാ ഈ രീതിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആവശ്യക്കാരന് മാത്രമാണ്. അപ്പൊ ഓരോ സ്കൂളുകളിലെയും നമ്മളെ ആളുകൾ സമീപിച്ചു. അതേപോലെ കുടുംബശ്രീകള്, പിന്നെ അംഗനവാടികളെയൊക്കെ ആവശ്യക്കാരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവര് പിന്നെ അത് അവർക്ക് വിതരണം ചെയ്യാൻ, അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ ഈ 14-ാം തീയതി തൊട്ട് 14, 15, 16 നാളെ തൊട്ട് ഇത് പിന്നെ ഇത് നടക്കാൻ പോവാണ്, വിതരണ പരിപാടി നടക്കാൻ പോവാണ്. വളരെ പിന്നെ താല്പര്യത്തോടു കൂടിയാണ് പൊതുസമൂഹം ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഞങ്ങളിപ്പോ ഉണ്ടാക്കിയ തൈകൾ തന്നെ പോരെ വരുന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇല്ല തീർച്ചയായും ഇനിയിപ്പോ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് അപ്പൊ ഞങ്ങൾ നീങ്ങുന്നത്. അതല്ല, ഇത് ഇങ്ങനെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേപോലെ മാവും മറ്റ് ഫലവൃക്ഷങ്ങളും ഓരോ വർഷങ്ങളിലായിട്ട് ഇതേപോലെ വിതരണം ചെയ്യുക, അതിനൊക്കെ സംരക്ഷിക്കുക. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല, ഇത് ഇതേപോലെ ഇപ്പൊ SSLC ഗ്രൂപ്പുകൾ നിരവധി ഉണ്ട്. അതെ. അപ്പൊ ഇത് ഏറ്റെടുക്കുകയാണ് ഇവിടുത്തെ ഇതേപോലത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുണ്ടെങ്കിൽ നമ്മളെ കേരളം മുഴുക്കെ ഇതൊരു നല്ലൊരു സംരംഭമായിട്ട് മാറും. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ആയി തീരാൻ വേണ്ടിയിട്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിക്കും. അതെ. ഇപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ പ്ലാവൻ തൈ തെരഞ്ഞെടുത്തു, അതൊരു പ്രധാന കാര്യമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പഴമായിട്ടാണ് പ്ലാവ് ഉള്ളത്. അതേപോലെ മറ്റ് ചില ബംഗ്ലാദേശ് അങ്ങനെ ചില രാജ്യങ്ങളുടെ നാഷണൽ ഫ്രൂട്ടായിട്ടും പ്ലാവ് പിന്നെ നിലനിൽക്കുന്നത്. അതേസമയം പ്ലാവിന്റെ അല്ലെ ആ ചക്കേനെ പൂർണ്ണമായിട്ട് ഒരു കാലത്ത് മനുഷ്യന്റെ പട്ടിണി അകറ്റാനും ആരോഗ്യം നിലനിർത്താനും ഒക്കെ വളരെയധികം ഉപയുക്തമായിട്ട് ഇരുന്ന ചക്കേനെ പിന്നീടുള്ള കാലങ്ങളിലേക്ക് തീരെ തഴയപ്പെട്ടു എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ചക്ക അതിന്റെ ഔഷധ മൂല്യങ്ങൾ അതേമാതിരി പിന്നെ പോഷക ഘടകങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അതിനെ പറ്റിയിട്ട് വളരെ പിന്നെ ഗവേഷണങ്ങൾ വരികയും അതിന്റെ ഫലങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് നമ്മുടെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ. ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ചക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതും ഇപ്പോഴത്തെ സമൂഹം തിരിച്ചറിഞ്ഞു.
ഇപ്പൊ ഇന്ന് എല്ലാ പഞ്ചായത്തുകളും ചക്കക്കൂട്ടം എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിന് 156ഓളം വിഭവങ്ങൾ ചക്കയിൽ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഇതുണ്ട് ഈ ചക്ക ഫർദറായിട്ട് ഉണ്ടാവേണ്ട ഒരു സംവിധാനത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമതുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ വല്ലവരും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് രണ്ടാമത്തെ കൊല്ലം അല്ലെങ്കിൽ ആദ്യത്തെ കൊല്ലം തന്നെ 6 മാസം കൊണ്ട് കായായിട്ട് പൂച്ചെടിയിൽ പറിച്ചെടുക്കണം. ആ ഒരു സംവിധാനത്തിൽ അങ്ങനെയുള്ള തൈകളാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അതിന്റെ ഒരു പ്രധാന ദൂഷ്യവശം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും ആയുസിന് ഇതുവരെ ഒരു ഗ്യാരണ്ടി ഇല്ല. അതേപോലെ മറ്റു സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളിലുള്ള ചക്കകളാണ് ഇങ്ങനെ ഉള്ളത്. അപ്പൊ അതിന് നമ്മുടെ നാട്ടിലെ ചക്കയുടെ പൂർണ്ണമായ ഗുണം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അത് മാത്രമല്ല നമ്മുടെ ഈ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നിലനിൽക്കുക മാത്രമല്ല, ഈ ഉണങ്ങിയിട്ടാണെങ്കിൽ മുറിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് പൂർണ്ണമായ ഉപയുക്തമായിട്ട്, അതായത് ഒരു വീട് പണിക്കോ ഫർണിച്ചർ പണിക്കോ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ വരുന്ന ഒരു സസ്യമാണ്. അപ്പൊ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന സസ്യങ്ങളുടെ പിന്നെ കടന്നുകയറ്റം മൂലം നമ്മുടെ പല നൈസർഗികമായിട്ട് അല്ലെ നാച്ചുറൽ ആയിട്ട് ഉയർന്നു വന്ന പല വിത്തുകളും ഇന്ന് അന്യം നിന്ന് പോകുന്നു. കാലത്ത് വരാൻ പോകുന്നത് ഈ പ്ലാവ് നമുക്ക് അന്യം നിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പൊ അതിന് ഇപ്പോഴേ നമ്മൾ ആരെങ്കിലും ഒന്ന് അതായത് പുതിയ നാടൻ തൈകള് പിന്നെ വെച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ ഉപയോഗിച്ച് വളർത്തിയ പ്ലാവുമെന്നുള്ള ചക്കയാണ്. ഇത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്ന് നൽകണമെങ്കിൽ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്തേ തീരുള്ളൂ. പിന്നെ മാത്രമല്ല, എന്തുകൊണ്ട് ചക്ക എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ലോകം മുഴുവൻ ഈ വനവൽക്കരണം അല്ലെങ്കിൽ ഇതിന്റെ ദിനത്തോടനുബന്ധിച്ച് പല സസ്യങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വസ്തുത. ഇന്നിരുന്നാൽപ്പോഴൊക്കെ എന്താണ് പേരിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതേസമയം വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പെട്ടെന്ന് വളർത്താനും പറ്റുന്നതും നമ്മുടെ ഏത് കാലാവസ്ഥ വ്യതിയാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കാലാകാലം നമുക്ക് തണലും അതേപോലെ തന്നെ സംരക്ഷണം ഒരു തരത്തിലുള്ള മായവും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചേർക്കാൻ കഴിയില്ല. മറ്റൊക്കെ കുത്തിവെച്ച് ഇത് അതിന്റെ ഒരു ആവശ്യമില്ല. അത് വളരെ പ്രധാനമായിട്ട് എല്ലാത്തിനെയും വെല്ലുവിളിച്ച് അതിജീവിക്കുന്ന ഈ മരത്തെ നമ്മൾ കളയുന്നത് മാറ്റി നിർത്തുന്നത് ശരിയല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത വയനാട്ടിലുള്ള നമ്മുടെ ദുരന്തത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ മരങ്ങളും പോയിട്ട് ഒരാള് മാത്രം അവിടെ നിലനിന്നു. അപ്പൊ അതിന്റെ ആഴത്തിൽ വേര് ഓടുന്ന മരങ്ങളുടെ പ്രാധാന്യമാണ് അവിടെ കാണിച്ചത്. അപ്പൊ അതിൽ കൂടിയാണ് റോപ്പ് കെട്ടിയിട്ട് പോകാൻ പറ്റിയത്, താൽക്കാലിക പാലം ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മരങ്ങൾ എപ്പോഴും പ്രകൃതി ഒരു സംരക്ഷണമായിട്ട് ഭൂമിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ടി നൽകിയതാണ്. ആ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് നമ്മുടെ പ്ലാവ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഉദ്ദേശങ്ങളും കൂടി ഈ ആ ഒരു സന്ദേശം ഇപ്പൊ ഞങ്ങൾ ഈ ഇത് പിന്നെ തൈകൾ കൊടുക്കുകയാണെങ്കിൽ പോലും അതിൽ ഈ വക 10ഓളം ഗുണങ്ങൾ എന്തുകൊണ്ട് പ്ലാവ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ള ലീഫ്ലെറ്റ്സ് അടിച്ചിട്ട് അതും ഓരോന്ന് എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പ്ലാവ് നടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം, വനവൽക്കരണം മാത്രമല്ല, ഇത് സ്ഥായിയായിട്ട് എന്നും നിലനിൽക്കുന്ന സുസ്ഥിരമായ ഒരു പ്രകൃതി സംരക്ഷണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് പ്ലാവിനെ കരുതിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെയധികം സന്തോഷം. ഈ മാതൃകാ പ്രവർത്തനത്തിന് ഇതിപ്പോ മാത്രമല്ല ഇതിന്റെ പിന്നിലും ആൾക്കാർ വേറെ തീർച്ചയായിട്ടും പേര് വന്നു. തീർച്ചയായിട്ടും. അപ്പോ പിന്നെ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പേരിലും കൂടി അഭിനന്ദനം അർപ്പിക്കുകയാണ്. സന്തോഷം. ഇത് വളരെ പെട്ടെന്ന് ഉരുത്തിയ ഒരാശയം ഹ്രസ്വകാലത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതിന് കാരണം വളരെ ശക്തമായ വിട്ടുവീഴ്ച മനോഭാവമുള്ള നല്ല ഇരുത്തം വന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളത്. അതാണ് അതിന്റെ പ്രതിഫലനാണ് ഇത് വളരെ പെട്ടെന്ന് പ്രാവർത്തികമായത്. എല്ലാരും കൂടി തെരഞ്ഞെടുത്ത ഒരു ഇതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ പെട്ടെന്നാണ് ഫോണ് വന്നത്. ഇങ്ങനൊരു കൂട്ടായ്മ നമുക്കത് കൂട്ടാൻ തുടങ്ങുന്നുള്ളത്. അതുകൊണ്ട് അതിലേക്ക് എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഇനിയും മുന്നോട്ട് പല വൃക്ഷങ്ങളും ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്കുണ്ട്.
മുന്നോട്ട് ഇനി ഈ ഒരുമ ഗ്രൂപ്പ് മുന്നോട്ട് പോകണം. എല്ലാ അർത്ഥത്തിലും, എല്ലാ കാട്ടിലായാലും പിന്നെ ഞങ്ങളെ ഓഫീസുണ്ട്, എല്ലാത്തിലും പിന്നെ ഡോക്ടർ സംസാരിക്കുന്നതിലും ഞങ്ങള് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. 300 ആളുണ്ട്, പക്ഷേ 300 ആളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതെ അതൊരു അത് കഴിയുമ്പോ കൂടുതൽ ആളുകൾ വരും വിചാരിക്കും. 30 ഒന്നുമല്ല. പിന്നെ കൂടാതെ നല്ല നല്ല രീതിയിൽ കുടുംബാംഗങ്ങളെ സപ്പോർട്ടും കൂടി വരുന്നുണ്ട് എല്ലാവർക്കും. അതാ ഒരുമിച്ച് എല്ലാവരും സപ്പോർട്ട് അല്ല, ഇതില് ഒരു കാര്യം എന്താ പ്രത്യേകിച്ചെന്ന് അറിയോ? ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ശരി, എല്ലാവരും അതൊരു ആഘോഷമാക്കിയാൽ ഇവിടെ ഈ തൈ മണ്ണ് നിറയ്ക്കുന്നത് നനയ്ക്കാൻ വന്നു ഒരു 5 10 12 പേര് 18 പേര് വന്നു. അത് അന്ന് മുഴുവൻ ഒരു ആഘോഷമായിരുന്നു. ഇവിടെ സേതുമാത അല്ല ശങ്കരാചാര്യ മാഷ് വീട്ടിൽ നിന്നും ഭക്ഷണവും ഒക്കെ. ഇത് ഇനിയിപ്പം എന്താണ് ഇത് വിതരണം ചെയ്യുകയാണെങ്കിലും അതും ഒരു ആഘോഷമാണ്. ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് ഈ 15 വയസ്സ് അദ്ദേഹത്തെ ഈ SSLC സമയത്തുള്ള 15 വയസ്സിന്റെ അതേ മനസ്സാണ് എല്ലാവർക്കും. പിന്നെ ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ കുറച്ച് വീക്ക്നെസ് വന്നിട്ടുണ്ടായിരിക്കും. അതേ മെന്റാലിറ്റി തന്നെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് കുന്നമംഗലം പഞ്ചായത്തും ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിലെ സ്കൂളുകൾ, പിന്നെ കുറെയൊക്കെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതും കൂടിയാണ് ഇതിന്റെ വളരെ വേഗത്തിലുള്ള വിജയത്തിന് കാരണം. കുന്നമംഗലം പഞ്ചായത്തിന്റെ പകൽ വീട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു കൂടാനുള്ള ഒരു വേദിയായിട്ട് വിട്ടു തന്നിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള സംവിധാനം. കൂട്ടായ്മ ഏത് തരത്തിലുള്ള കൂട്ടായ്മ? അത് പിന്നെ തന്നെയല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് വിശ്വാസം കൂടിയുണ്ട്. അതുകൊണ്ടാണ്, അതും കൂടി എന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എല്ലാ സംഘാടകർക്കും അഭിനന്ദനം. നമസ്കാരം.
നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ ശരിയായി കഴിഞ്ഞു. പക്ഷെ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ വിതരണം എന്നുള്ളത്, നാളെ മുതൽ വിതരണം നടന്നു, അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടേക്കാണ് വിതരണം ചെയ്യുന്നതെന്നൊന്ന് വിശദീകരിക്കും. നാളെ, അതായത് 14/8/24 ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തും. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം. കുന്നമംഗലം മാപ്പിള LP സ്കൂൾ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രജി പുൽക്കുന്നിൽ അവരാണ് ഉദ്ഘാടനം എത്ര മണിക്കാണ്? വൈകിട്ട് 3 മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും പിന്നെ സ്കൂൾ പ്രതിനിധികൾ, PTA എല്ലാ അംഗങ്ങളും ഉണ്ടാവും കുട്ടികൾക്കൊപ്പം തന്നെ. പിന്നെ ഒരുമ ഗ്രൂപ്പിന്റെ പ്രവർത്തകരും ഉണ്ടാവും. ഇപ്പൊ ശബരീഷ് ഞങ്ങളുടെ സെക്രട്ടറിയാണ് ഒരുമ ഗ്രൂപ്പിന്റെ. അതേപോലെ പ്രസിഡന്റ് മോഹൻദാസ്, എല്ലാവരും സാന്നിധ്യത്തിൽ കഴിയാവുന്ന എല്ലാ പ്രവർത്തകരും അവിടെ എത്തിച്ചേരും. ആ രീതിയിൽ ഒരു വിപുലമായ ഉദ്ഘാടന പരിപാടികൾ ആവിഷ്കരിക്കും. വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ 14 വൈകിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ 15 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് അതൊന്ന് കൂടി ആഡ് ചെയ്യായിരുന്നു. അപ്പൊ ഉദ്ഘാടനം എന്ന് പറയുന്നത് പ്രസിഡന്റ് അവിടുത്തെ ഹെഡ് മിസ്ട്രസിന് തൈകൾ കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എല്ലാവർക്കും ഉള്ള തൈകൾ അത് പിറ്റേന്ന് സ്വാതന്ത്ര്യ ദിനം മുതൽ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആരെങ്കിലും പ്രതിനിധികൾ ഈ പറഞ്ഞ പോലെയുള്ള നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി അവര് പിന്നെ പ്രാധാന്യം കൂടി ബോധവൽക്കരണം ചെയ്തുകൊണ്ട് ആണ് പരിപാടി. അത് കൂടാതെ ഞങ്ങൾ ഒരു ചെറിയ നോട്ടീസ് കുട്ടികളെ വീടുകളിലേക്ക് പിന്നെ പ്രാധാന്യത്തെ വിവരിക്കുന്ന ഒരു നോട്ടീസും കൂടി ഓരോ കുട്ടിക്കും കൊടുക്കത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും, അതായത് ഇതിനെ ശാശ്വതമായിട്ട് ഒരു പരിപാലിക്കുക എന്നുള്ള ഒരു ഇതില് കുട്ടിക്ക് ഒരു വർഷം വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോത്സാഹനം സമ്മാനം കൊടുക്കാനുള്ള ഒരു പരിപാടിയും കൂടി ആവിഷ്കരിച്ചു. ഓരോ സ്കൂളിലും ഏറ്റവും മികച്ച രീതിയിൽ അത് സംരക്ഷിക്കുന്ന സന്ദർശനം നടത്തുന്നത് നേരത്തെ കാശിയാണ്. തീർച്ചയായും വളർത്തണം, വർഷത്തിന് വരും എന്നുള്ള രൂപത്തില് അതെ 2 വർഷം ശ്രദ്ധിക്കണം. അത് നമ്മളും ടീച്ചർമാരും PTA കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് അത് മാത്രം കഴിയുന്നില്ല. ആ വളർച്ചാ ഘട്ടങ്ങൾ കുട്ടികൾ ഫോട്ടോ എടുത്തിട്ടൊക്കെ ടീച്ചർക്ക് കാണിക്കുക. ഇനി ഏറ്റവും മികച്ച 1-2 സ്ഥലത്ത് നമ്മൾ തന്നെ നേരിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ തന്നെ പോയി നോക്കി ആ കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അടുത്ത തീയതി വിലാശ്ശേരി 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് വിലാശ്ശേരി AUP സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിട്ട് ചന്ദ്രൻ തെരുവൽ അദ്ദേഹമാണ് അവിടെ പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് അയാൾ തന്നെയാണ് അവിടുത്തെ മെമ്പർ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇതേപോലെ തന്നെയുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആളുകളുടെ സാന്നിധ്യത്തിൽ 15 അതേ ദിവസം തന്നെ പിന്നെ പ്ലാശ്ശേരി മറ്റൊരു സ്ഥലത്ത് വിതരണമുണ്ട്. മർക്കസ് പബ്ലിക് സ്കൂളുണ്ട് തൊട്ടടുത്ത് തന്നെ. അവിടെയും 250 കുട്ടികൾക്ക് ഇതേപോലെ വിതരണം ചെയ്യുന്നത് ഉണ്ട് അന്ന് അതേ ദിവസം തന്നെ. പിന്നെ പെരുവിക്കട AMLP സ്കൂൾ അതേ ദിവസം തന്നെ. അപ്പൊ ഓരോ പ്രവർത്തകരും ഓരോ സെറ്റ് പ്രവർത്തകർ അങ്ങോട്ട് പോകും. അവിടെയുള്ള വാർഡ് മെമ്പർ സാന്നിധ്യത്തിൽ എല്ലാവരും 9 മണിയാണ് ഏകദേശ സമയം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഒരേ സമയത്തായതുകൊണ്ട് ഞങ്ങൾ പല ഗ്രൂപ്പായിട്ട് പോകും. ആ രീതിയിലാണ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ. ഇനി നരിക്കുനി പഞ്ചായത്തിന്റെ ഇതുണ്ട്. 16-ാം തീയതി ഊട്ടുപാറ സ്കൂളില് ഊട്ടുപാറ സ്കൂൾ അത് 11 മണി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം പിന്നെ കൂടാതെ വാർഡ് മെമ്പർ അബ്ദുൽ മജീദ് അദ്ദേഹവും ഉണ്ട്. അതേപോലെ സ്കൂൾ ടീച്ചേഴ്സും PTA. അപ്പൊ അവിടുത്തെ പിന്നെ ഞങ്ങളുടെ അവിടെ നരിക്കിനി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തകയുടെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് നരിക്കിനിക്കാണ് ഗീത ദേവി എന്ന് പറയും. അവരവരുടെ ഭർത്താവൊക്കെ വളരെ സാമൂഹിക പ്രവർത്തകരും കൂടിയാണ്. അപ്പൊ അവിടെയും കൂടി നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ എരഞ്ഞിൽ LP സ്കൂളാണ്. അവിടെ വിതരണമുണ്ട് ഇതേ ടീം തന്നെ. അതേപോലെ തന്നെ ഒരു
പിന്നെ അംഗൻവാടി അങ്ങനെ ഇങ്ങനെ 2-3 സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു 300ഓളം തൈകൾ 300ഓളം തൈകൾ 16-ാം തീയതി നമ്മള് നരുത്തിനി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യും. അതെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂൾ തലത്തിലുള്ള ഒരു വിതരണ പരിപാടി. അതേസമയം ബാക്കിയുള്ള തൈകള് ഞങ്ങൾ തന്നെ, അതായത് ഞങ്ങൾ ഒരു സ്നേഹമരം എന്നുള്ള രീതിയിൽ നമ്മളുടെ സ്നേഹത്തിന്റെയും ഒത്തൊരുമേന്റെയും ഒരു പ്രതീകമായിട്ട് കഴിയുന്നിടത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാവരും തന്നെ ഒരു മരമെങ്കിലും അവനവന്റെ വീട്ടുവളപ്പിൽ വളർത്തി അത് സംരക്ഷിക്കണം എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ട്, സംരക്ഷണം തുടർന്നും ലഭിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിലും വലിയ തോതിൽ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റ് പല വൃക്ഷങ്ങളും മാവ് അതേപോലുള്ള അത് സ്ഥായിയായ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയുക്തമായിട്ടുള്ളത്, അല്ലാതെ വെറുതെ നമ്മൾ ഫാൻസിക്ക് ആയിട്ടുള്ള അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ജീവിതത്തിന്റെ ഈ സായംകാലത്ത് പിന്നെ വെറുതെ ആഘോഷാക്കം മാത്രമല്ല, വരും തലമുറയ്ക്ക് വേണ്ടി ഒരു എന്താ പറയാ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും കൂടി ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പിന്നെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സംരംഭമായി തീരുന്നു ഞങ്ങൾ പ്രത്യാശിക്കുക. വളരെയധികം സന്തോഷം.